റജബ് എന്ന പദം മുസ്തഖും മിൻ തർജീബ്, തർജീബ് എന്ന വാക്കിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം അതാണ് എന്നാണ് ഇമാമികൾ രേഖപ്പെടുത്തുന്നത്. തർജീബ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനം, ആദരവ്, തഅലീം എന്ന മാനയാണ്. തഅലീം, ബഹുമാനം കൊടുക്കുക. ഈ മാസത്തിന് വളരെ പവിത്രതയുണ്ട്, അത് പ്രത്യേകമായി ഗൗനിക്കുക എന്നാണ് അർത്ഥം. ബഹുമാനിക്കുക, ബഹുമാനം കൊടുക്കുക എന്നർത്ഥം. അപ്പൊ ഈ മാസത്തെ നല്ലതുപോലെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അവന് ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബ് മാസം നോമ്പ് നോറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന് മനോഹരമാകുന്ന ഒരു കൊട്ടാരം സമ്മാനിക്കുന്നതാണ്. യുഖാലു ലഹു റജബ്, ആ മനോഹരമാകുന്ന കൊട്ടാരത്തിലേക്ക് റജബ് എന്ന് പറയുന്നതാകുന്ന കൊട്ടാരമാണ്. വാതിലിലൂടെ അവൻ പ്രവേശിക്കുകയാണ്. മനോഹരമാകുന്ന ഒരു കൊട്ടാരം അല്ലാഹു നൽകും. റജബ് എന്ന പേരിൽ തന്നെയാണ് അതറിയപ്പെടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റജബ്, റജബ് മാസം നോമ്പ് നോറ്റവന് കിട്ടുന്ന നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആ മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് നോമ്പ് പിടിച്ചാൽ മാത്രമല്ല, 4 മാസങ്ങൾ പവിത്രതയാണെന്ന് പറഞ്ഞു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ അൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരൊറ്റ നോമ്പിന് 30 നോമ്പിന്റെ നേട്ടം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ നോമ്പ് നോറ്റാൽ 30 നോമ്പിന്റെ നേട്ടം കിട്ടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നോമ്പ് റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് പിടിക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ഒരു നോമ്പ് നോറ്റാൽ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്തായാലും റജബ് 27-ന്റെ അന്ന് നമ്മൾ എല്ലാവരും സുന്നത്ത് നോമ്പ് പിടിക്കും. കാരണം ഇസ്രാ മിഅ്റാജ് നടന്നതാകുന്ന ആ രാവിലെ ആദരവുകൾ നിലനിർത്തി നമ്മളത് അനുഷ്ഠിക്കും. ആ ദിവസം അത് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ബിദ്അത്തിന്റെ വാഹകർ അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞ് ഈ സമയമാവുമ്പോൾ ഉറഞ്ഞു തുള്ളാറുണ്ട്. 5-ാം നൂറ്റാണ്ടിന്റെ അനിഷേധ്യ നേതാവ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് ബിൻ അഹ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വലിയ മഹോന്നതനായ വ്യക്തിത്വമാണ്. സൂഫീസ ചക്രവാള സീമയിൽ സൂര്യതേജസ്സായി പരിലസിച്ചിരുന്ന മഹാനുഭാവൻ. അവിടുത്തതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന വളരെ പവിത്രമായ ഗ്രന്ഥം ഇഹ്യാ ഉലൂമുദ്ദീൻ, കാദൽ ഇഹ്യാ വ യകൂന ഖുർആന, തത്വജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ ഖുർആനിനോട് കിടപിടിക്കുമാർ അടുത്തിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയേറെ ഉലൂമുകളുള്ള വിജ്ഞാനങ്ങൾ നിറഞ്ഞതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെച്ചു. 27 റജബ് 27-ന്റെ ദിവസം സുന്നത്ത് നോമ്പ് ശ്രേഷ്ഠതയുള്ളതാണ്. സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാഹു നമുക്കത് അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കട്ടെ. റജബ് മുഴുവനും ശ്രേഷ്ഠതയാണ്. എന്നാൽ അതിൽ പ്രത്യേകമായി ശ്രേഷ്ഠതയായി പറയുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മഹത്വം കണക്കാക്കിയിട്ട് അത് നടന്നതാകുന്ന രാവ് 27-ാം രാവ് തലേന്നാണ് പിറ്റേ ദിവസം നോമ്പ് നിരീക്ഷിക്കുക. അത് പിറ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇമാമികൾ അതനുസരിച്ച് പ്രഖ്യാപിക്കും. ആ ദിവസത്തെയും നമ്മൾ ഗൗനിക്കണം. ഏതായിരുന്നാലും മാസത്തിൽ ഒരു നോമ്പ് ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കണം. എന്നല്ല, മാസത്തിൽ ഒരു 3 നോമ്പ് പിടിച്ചാൽ വലിയ മഹത്വമാണ്. അതാണ് അയ്യാമുൽ ബീള്. എല്ലാ അറബി മാസവും 13, 14, 15 പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ അനുഷ്ഠിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ അറബി മാസവും ഉണ്ട്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അത് ഇല്ലാതെ വരുന്നത് ആകെ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. കാരണം അതിൽ നമുക്ക് അയ്യാമു തശ്രീഖിന്റെ ഒരു ദിവസം വരുന്നത് കൊണ്ട് ആ ദിവസം നമുക്ക് പാടില്ല. ബാക്കിയുള്ളതാകുന്ന മാസങ്ങളിലൊക്കെ തന്നെ 13, 14, 15 നിർബന്ധമായും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്, ഇന്നും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഉമ്മമാർ മുടങ്ങാതെ ചെയ്തു വരുന്ന വലിയ വലിയ ഉസ്താദുമാരുടെ ഭാര്യമാരും സാദാത്യങ്ങളുടെ ഭാര്യമാരും അവരൊന്നുമല്ലാത്തതാകുന്ന പഴയകാല വാദുകൾ കേട്ടു